അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഒരു റുട്ടീനാണ്. രാവിലെ ഞാൻ വർക്കിന് പോകുന്നുണ്ട്. 8:30 ആകുമ്പോഴാണ് ഞാൻ വർക്കിന് ഇറങ്ങുന്നത്. അപ്പോൾ വരെയുള്ള ജസ്റ്റ് ഒരു അടുക്കളയിലെ കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ എണീറ്റു, ചായ വെച്ചു. എണീറ്റപ്പോൾ താമസിച്ചു, 7 മണിയൊക്കെ കഴിയും. അപ്പോൾ ഇന്നലെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. 2 ആൾക്കുള്ള കടല കുറച്ച് വെള്ളത്തിട്ട് അങ്ങനെ നോക്കി ചായ വെച്ചു. കട്ടൻ ചായയാണ്, അങ്ങനെ പാല് വാങ്ങിക്കാറില്ല. കട്ടൻ ചായ തന്നെയാണ് ഞങ്ങൾ കുടിക്കാറ്. പിന്നെ ചായ തിളപ്പിച്ചു. പിന്നെ ആണെങ്കിൽ ഇത് ഇന്നലത്തെ സോയാബീൻ കറിയാണ്, വൈകുന്നേരം വെച്ചതാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഉള്ളത് ചൂടാക്കി രാവിലെ തന്നെ ഞങ്ങളത് കഴിക്കും. അങ്ങനെ അത് ചൂടാക്കി. പിന്നെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകേണ്ട വെള്ളമൊക്കെ 2 ആൾക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ വൈകുന്നേരം തിളപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോൾ തണുത്തിരിക്കുമല്ലോ. അങ്ങനെ അത് കുപ്പിയിലൊക്കെ ആക്കി. അതിന് ശേഷം കടല വേവിക്കാൻ വെച്ചു. കടലയിൽ ഉപ്പും പച്ചമുളകും മഞ്ഞളും മാത്രം ഇട്ട് ജസ്റ്റ് വേവിക്കുകയാണ്. അത് വെന്ത് വന്നപ്പോഴത്തേക്കും ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വലിയ അത്ര സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പെരിഞ്ചീരകം ഇട്ടു, 2 കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാള അരിഞ്ഞതും കൂടി ഇട്ട് ജസ്റ്റ് മൂപ്പിച്ച് വഴച്ചെടുക്കുകയാണ്. അതിലേക്ക് തേങ്ങ ഇടും. തേങ്ങ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള തേങ്ങ ഞാനിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് നല്ലോണം ഒരു മൂത്ത് വരുമ്പോഴത്തേക്കും പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ആഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. കടല വെന്ത് വരുന്നുണ്ട്. ആ സമയത്തേന് ഞാൻ പുട്ടിന് കുഴയ്ക്കുന്നുണ്ടായിരുന്നേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ടാണ്. ചോറ് കൊണ്ടുപോകാറില്ല ചേട്ടൻ, വല്ലപ്പോഴും കൊണ്ടുപോകുള്ളൂ. അപ്പോഴത്തേനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ വഴറ്റിയ മസാല ഉണ്ടല്ലോ, അത് നല്ലോണം അരച്ചെടുത്തിട്ട് വേവിച്ച് വെച്ച കടലയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കറി റെഡി. സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അങ്ങനെ പുട്ടിന് ആവിയൊക്കെ വന്നു, പുട്ടൊക്കെ വെന്തു. 2 കഷ്ണം പുട്ട് ഉണ്ടാക്കുകയുള്ളൂ, ഞങ്ങൾക്ക് 2 ആൾക്കത് മതിയാവും. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചിട്ട്